ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന പരസ്യം പാടില്ല എന്ന നിബന്ധന കാറ്റിൽ പറത്തി സമ്പൂർണ്ണ നോട്ട് നിരോധനം വരുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധം പരസ്യം നൽകിയത് തെറ്റ് തന്നെയാണ്. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പോലും ഒറ്റ വായനയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയത്. അരുൺ സർ പറയുന്ന RBI ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ എന്നത് വാർത്തയിലുള്ളത് എപ്പോഴും പറയുന്നത് പേരല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് മിസ്റ്റേക്ക് പറ്റിയതാകാം. പക്ഷേ ധനമന്ത്രി രാജീവ് സിംഗ്, പ്രതിപക്ഷ നേതാവ് അഞ്ജലി മെഹ്റ എന്നൊക്കെ എത്ര ആധികാരികമായാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇവരൊക്കെ എഡിറ്റ് ചെയ്യുന്ന വാർത്തകളുടെ വിശ്വാസ്യത എത്രയുണ്ടെന്ന് ഈ പരസ്യ വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന, ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമായ പരസ്യങ്ങൾ നൽകരുതെന്ന് നിയമം എവിടെ? ഇത്തരത്തിൽ പാനിക് വാർത്തകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ വകുപ്പുണ്ടോ എന്ന് നിയമവിദഗ്ധർ ആലോചിക്കണം. ഒരു ഗ്ലാസ് ചായ സാറിന് ഞാൻ സ്പോൺസർ ചെയ്യാം. ഈ വാർത്ത വിശ്വസിച്ച ജനം പേപ്പർ നോട്ടുകൾ മാറാൻ പഴയ നോട്ട് നിരോധനം പോലെ ബാങ്കുകളുടെ മുന്നിൽ വൻ ക്യൂവും ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഇതൊരു പരസ്യം മാത്രമാണെന്ന് ഒരു ഗ്ലാസ് ചായയോടൊപ്പം ഒന്ന് വിളിച്ചു പറയുന്നത് നന്നായിരിക്കും.